മാർക്കറ്റിൽ വന്നതാണോ? മലയാളം. ഓക്കെ. അത്തരത്തിൽ ഈ പലവ്യഞ്ജന കടയാണ് ഏറ്റവും വിലക്കയറ്റമുണ്ട് എന്നൊക്കെ ആളുകൾ പറയുന്നത്. ഇവിടെ ഈ പായസത്തിന് വേണ്ടിയിട്ടുള്ള അരി മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിലാണ് ചെറിയ രീതിയിൽ വിലക്കയറ്റമുണ്ട്. ആളുകളൊക്കെ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം മാർക്കറ്റൊക്കെ? എങ്ങനെ പോകുന്നു? ഈ പച്ചക്കറിയൊന്നും ഇപ്പൊ ആളുകൾ വാങ്ങിക്കാനായിട്ട് വരുന്നില്ല. ഈ അരി അതുപോലെ തന്നെ പായസത്തിന്റെ സാധനങ്ങൾ, പരിപ്പ്, ഇതിനൊക്കെ വില കൂടി എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെയാണ് വിലക്കയറ്റം ഉണ്ടെന്ന് ആളുകളൊക്കെ പറയും. ഇതുവരെ ഇല്ല, ചേട്ടനാണ് ഇവിടെ സ്ഥിരമായിട്ട് ഇല വിൽക്കുന്നത്. എങ്ങനെ ഇലക്ക് എങ്ങനെ വില? ഇപ്പോഴും വില 5 രൂപ. പണ്ടും അങ്ങനെ പണ്ട് 10 രൂപ. ഇതിന് വില കുറഞ്ഞ കൂടി വരും. മിനിമം 5, പിന്നെ 10 രൂപയാവും. ഓണായിട്ട് ഇല ഒരുപാട് വിറ്റ് പോകും. ഇഷ്ടം പോലെ തരാവും. ഓണായിട്ട് ഇലയൊക്കെ നന്നായി വിറ്റ് പോകുന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഇപ്പോ ഇതാ നമുക്ക് കടകളിൽ വരുന്നവരെ കാണാൻ കഴിയും. ഓണവുമായി ബന്ധപ്പെട്ടിട്ടാണോ വന്നേക്കുന്നത്? എന്തൊക്കെയാ വാങ്ങിക്കുന്നത്? മലക്കറി, പൂവ് ഐറ്റംസ്, അങ്ങനെ പുളി, അങ്ങനെയുള്ളതൊക്കെ. ഇങ്ങനെ വിലക്കയറ്റം ഉണ്ടോ? കുഴപ്പമില്ല. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ചാലയിൽ കുറച്ച് ഭേദാണല്ലേ? ഭേദാണ്. പുറത്ത് കുറച്ചുകൂടെ കൂടുതലാണ്. ഇവിടെ അതിനെക്കാട്ടി ഭേദമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ചാലയിലേക്ക് വരുന്നത്. അതെ. ശ്യാമിലി, ഇപ്പൊ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വിലക്കയറ്റം വലിയ രീതിയിൽ ഞെരിക്കുമ്പോൾ ചാലയിൽ വരുമ്പോൾ കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു പൈസയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓണം അടുക്കുന്തോറും, പ്രത്യേകിച്ച് ഈ ഉത്രാടപ്പാച്ചിലിന്റെ അന്ന് നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ എന്തായാലും അന്നും ഇതുപോലെ നമ്മൾ പ്രേക്ഷകരുമായിട്ട് സംവദിക്കുന്നുണ്ടാവും. അന്ന് ഇവിടെ നിന്ന് നിരയാൻ സമയം ഉണ്ടാവില്ല, അത്രയും വലിയ തിരക്കായിരിക്കും. തീർച്ചയായും സനിസ, എനിക്കും അറിയാം. ഞാനും ഒരു 5 തിരുവനന്തപുരത്തായിരുന്നു എൻ്റെത്. അതുകൊണ്ട് എനിക്കറിയാം ചാല മാർക്കറ്റിലൊക്കെ ഞാനും ഈ സമയത്ത് പോവുകയും കാണുകയും ചുമ്മാതെങ്കിലുമൊക്കെ വെറുതെയൊക്കെ പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഇതിലും തിരക്കായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലും എന്ന് പറയാം. ഞാൻ നേരെ അബ്ദുൾ റഹീമിലേക്ക് പോവുകയാണ്. അബ്ദുൾ റഹീം ബ്രോഡ്വേയിലുണ്ട്. റഹീമെ, അതായത് ഈ എറണാകുളത്തിന് വരുമ്പോൾ ഇതിപ്പോൾ ചാലയെ പോലെയും ആയിരിക്കില്ല മറ്റു ചില കാഴ്ചകൾ കൂടെ. കാരണം ഒരുപാട് കോളേജ് വിദ്യാർത്ഥികൾ അവിടെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ കോളേജിലെല്ലാം ഓണാഘോഷത്തിൻ്റെ ഒരു സമയമായിരിക്കും. ബ്രോഡ്വേയിൽ നമുക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഏറ്റവും കുറഞ്ഞ വിലയിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആഭരണങ്ങളായാലും ഡ്രസ്സുകളായാലും മറ്റ് പൂക്കളായാലും എന്താണെങ്കിലും പലതും വില കുറഞ്ഞൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഓണം സമയം കളറാക്കാൻ ഉറപ്പായാലും വിദ്യാർത്ഥികളടക്കം അവിടെ ഉണ്ടാവും. പിന്നെ തീർച്ചയായും മറ്റുള്ളവരും ഓണവുമായി ബന്ധപ്പെട്ട പർച്ചേസിന് അല്ലാതെ ഉള്ളവരും എത്തുന്നുണ്ടാവും. എന്താണ് അവിടുത്തെ ഒരു കാഴ്ച? ഷാവില് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. നമുക്കറിയാം എറണാകുളത്തെ ഓണാഘോഷം അല്ലെങ്കിൽ ജില്ലയിലൊക്കെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് ഈ ബ്രോഡ്വേ മാർക്കറ്റ് എന്ന് പറയുന്നത്. പൊതുവെ ആളുകളൊക്കെ തന്നെയും സാധനങ്ങൾ വാങ്ങാൻ ഓടിയെത്തുന്നത് ഈ ബ്രോഡ്വേയിലേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതൊക്കെ പ്ലാസ്റ്റിക് തരത്തിലുള്ള പൂക്കളം ഒരുക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചില കടകളൊക്കെയാണ്. ഇവിടെയൊക്കെ ഷാവില് സൂചിപ്പിച്ചതുപോലെ ഈ കോളേജ് വിദ്യാർത്ഥികളൊക്കെ കോളേജിലെ ഓണാഘോഷത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. ഏതായാലും വിപണി അത്തം പിറന്നതുപോലെ തന്നെ വിപണികൾ സജീവമാണെന്നുള്ളതാണ്. ഈ ഓഫീസുകളുടെ ഫ്രണ്ടിലേക്ക് ഒട്ടിക്കുന്ന തരത്തിലുള്ള ഓണാശംസകളും അതോടൊപ്പം തന്നെ മാവേലിയുടെ ചിത്രങ്ങളും ഒക്കെ വിപണിയിൽ സജീവമായി എത്തി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടാ, ഇത്തവണത്തെ ഓണം എങ്ങനെ തുടങ്ങി? അടിപൊളി, നല്ല നന്നായിട്ടുണ്ട്. എങ്ങനെ ഈ ഓണത്തിന്റെ തിരക്കിലേക്ക് എത്തിയോ? കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയാവും. ഈ ആളുകളൊക്കെ എങ്ങനെയാ സാധനങ്ങളൊക്കെ വാങ്ങി തുടങ്ങിയോ? പിന്നെ നന്നായി ഐറ്റം മേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ കളറാവോ? സൂപ്പറാവും. എല്ലാ സാധനവും എനിക്ക് തോന്നുന്നു ഈ കോളേജിലേക്കൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. എല്ലാം ഉണ്ട്, എല്ലാ സാധനം ഉണ്ട് ഇവിടെ. നല്ല ഓണാശംസകൾ നേർന്നുള്ള ഐറ്റംസ് ഒക്കെയാണ് അല്ലേ? എല്ലാം. അതാണ് ശ്യാമിലി, ഇവിടെ ഈ റെഡിമെയ്ഡ് പൂക്കളമൊക്കെ ഇവിടെ സജീവമാണ്. അതാ ശ്യാമിലിക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ തരത്തിൽ ഈ റെഡിമെയ്ഡ് പൂക്കളം പോലെയുള്ള സാധനങ്ങളും ഒക്കെ വിപണിയിലേക്ക് സജീവമായി തന്നെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെ പോകുന്നു ഇത്തവണത്തെ ഓണാഘോഷത്തിന്റെ തിരക്കൊക്കെ തുടങ്ങിയോ? ഇവിടെ മാക്സിമം ഒരു ഹോൾസെയിലാണ്. നമ്മുടെ ഈ ബസാർ എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ബസാറാണ് ഇവിടെ. കൂടുതലായിട്ട് ഈ കോളേജ് വിദ്യാർത്ഥികളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ എത്തുന്ന സ്ഥലമാണ് പൊതുവെ ബ്രോഡ്വേ അല്ലേ? ഇവിടെ എല്ലാവരും വരും. ഇപ്പോൾ യൂട്യൂബറൊക്കെ കംപ്ലീറ്റ് ഈ പറഞ്ഞ മാതിരി മൊത്തം ഒരു പരസ്യം കൊടുത്തിട്ട് ക്രിസ്മസ് ആയാലും ഇതായാലും എല്ലാം എറണാകുളത്ത് എത്തുന്ന ആളുകൾ പൊതുവെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എത്തുന്നത് ബ്രോഡ്വേയിലേക്കാണ്. ബ്രോഡ്വേയിലേക്കാണ്. തിരക്കും കാര്യങ്ങളൊക്കെ എത്തി തുടങ്ങി. പ്രത്യേകിച്ച് മേച്ചർ ബസാറിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ആൾക്കാർ വരുന്നത്. ബ്രോഡ്വേ അല്ല, മെയിനായിട്ട് മേച്ചർ ബസാർ ഹോൾസെയിൽ മാർക്കറ്റാണ് മൊത്തം ഉള്ളത്. അപ്പോൾ അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഈ ഓണത്തിനായാലും എല്ലാ
മറ്റ് ഫംഗ്ഷൻ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ തന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ കോളേജ് വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളൊക്കെ ആണെങ്കിലും എത്തുന്നത് ഇങ്ങോട്ടേക്കാണ്. ഓണത്തിന്റെ പർച്ചേസിലാണോ? അതെ അതെ, ഓണത്തിന് എങ്ങനെയുണ്ട് ഓണത്തിന്റെ പർച്ചേസ് ഒക്കെ തുടങ്ങിയിട്ട് എന്ത് തോന്നുന്നു? ഇത്തവണത്തെ ഓണം കളറായി തുടങ്ങിയോ? കളറായിക്കൊണ്ടിരിക്കുന്നു. ഇത് കോളേജിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ്? ഇല്ല, ഞങ്ങളുടെ ഓഫീസിലേക്ക് വേണ്ടിയിട്ടാണ്. ഓഫീസിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പൊതുവെ ബ്രോഡ്വേ നിന്നാണ് വാങ്ങിക്കുന്നത്. അതെ അതെ, പൊതുവെ ബ്രോഡ്വേ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? എങ്ങനെ ആഘോഷിക്കാനാണ്